നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. വെളിച്ചപ്പെടുന്ന ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിൽ കരഞ്ഞു തീർത്ത മിഴിനീരിൻ്റെ ഉപ്പിൻ്റെ കയ്പുണ്ട്. ഒരു നടൻ്റെ കഥ പറയാൻ ഒരു നടനോളം മറ്റാർക്കാണ് കഴിയുക? ഇന്ത്യൻ നാടകലോകത്തെ അതികായനായ ശ്രീ ജി ശങ്കരപ്പിള്ളയുടെ ഭരതവാക്യം എന്ന നാടകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് ഞങ്ങൾ സഹർഷം അരങ്ങേറ്റുന്നു ഹംസഗീതം. കണ്ണില്ലാത്തവൻ എന്തിനാ മെഴുകുതിരി വെട്ടല്ലേ? പണ്ട് അരങ്ങത്ത് എന്റെ ചുറ്റും തിളങ്ങി നിന്നിരുന്ന സ്പോട്ട് ലൈറ്റിന്റെ വെളിച്ചം എനിക്ക് ഈ തിരിവട്ടത്തിൽ കാണാം. എനിക്കതിന് കാഴ്ച ശക്തിയുടെ ഒന്നും ആവശ്യമില്ല, ഉൾക്കാഴ്ച മതി. നാൽപ്പത് വർഷം വർഷമായി ഞാൻ ഈ അരങ്ങിൽ നിന്നും അരങ്ങിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിട്ട്. എത്ര കഥാപാത്രങ്ങൾ, എത്ര വേദികൾ. പക്ഷെ ഇപ്പൊ ഒരു നാടക സംഘക്കാരും എന്നെ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. എല്ലാരും എന്നോട് സലാം പറഞ്ഞു. കാഴ്ച ശക്തി പോരാത്ര. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കണ്ണില്ലാത്തവൻ എങ്ങനെ അഭിനയിക്കുവല്ലേ? പക്ഷെ രണ്ട് കഥാപാത്രങ്ങൾ ഇപ്പോഴും എന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ അവസാനമായി സമയമണിഞ്ഞ് നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ തകർത്താടിയ ആ ദിവസം. എന്തൊരു രസമായിരുന്നു. ഒഥല്ലോവിന്റെ കോസ്റ്റ്യൂമിന് ഡെസ്റ്റിമോണയുടെ മണം. ഡെസ്റ്റിമോണയല്ല, സുമതിയുടെ മണം. സുമതിയാ ഈ കോസ്റ്റ്യൂമിന്റെ ഈ കുടുക്കെനിക്ക് വെച്ച് തന്നത്. അവൾക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അതറിയാൻ കുറച്ച് വൈകിപ്പോയി. അവളിപ്പോ എവിടെയാണോ ആവോ? അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. കണ്ണില്ലാത്ത ഞാൻ എങ്ങനെ അവളെ കാണുമല്ലേ? അതാണ് കാരണം. എന്നാത്മാവേ, നിർമ്മല നക്ഷത്രങ്ങളെ, അതാണ് കാരണം. അവളുടെ ശരീരത്തിൽ ഞാൻ ചോര ചൊരിയുകയില്ല, അവളുടെ ചർമ്മത്തിൽ ഞാൻ മുറിവേൽപ്പിക്കുകയില്ല. പക്ഷെ അവൾ മരിക്കും.
അല്ലെങ്കിൽ അവൾ കൂടുതൽ പുരുഷന്മാരെ വഞ്ചിക്കും. വിളക്കണക്കുക. എന്നിട്ട് ആ വെളിച്ചവും കെടുത്തുക. എന്നെ സ്നേഹിക്കുന്ന ദ്വീപജാല, ഞാൻ നിന്നെ കെടുത്തിയാൽ വീണ്ടും ആ പ്രകാശം തിരിച്ചു കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. എനിക്ക് പശ്ചാത്താപം വന്നാൽ എന്നാൽ നിന്റെ പ്രകാശം ഒരിക്കൽ കെടുത്തിയാൽ അത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ജ്വാല എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. സുഗന്ധ നിശ്വാസമേ, നിന്നെ ഞാൻ കൊല്ലും, അത് കഴിഞ്ഞ് സ്നേഹിക്കും. ഡെസ്റ്റിമോണ, ഡെസ്റ്റിമോണ, നീ പ്രാർത്ഥിച്ചോ? ഇല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കും. നീ ചെയ്തു പോയ ഏതെങ്കിലും പാപത്തെക്കുറിച്ച് നീ ഓർക്കുന്നുവെങ്കിൽ അതിനെ ഓർത്ത് നീ പ്രാർത്ഥിക്കും. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് നൽകിയ തൂവാല നീ കാസിയോക്ക് നൽകി. അവർ പറഞ്ഞു അവൻ നിന്നെ ഉപയോഗിച്ചെന്ന്. കള്ളസത്യം ചെയ്യുന്ന പെണ്ണ്, നീ മരിക്കണം. അര നിമിഷം കൂടി നീ ജീവിച്ചു. മധുരമായത് ഒരിക്കലും ഇത്രയും മാരകമായിട്ടില്ല. എനിക്ക് കരഞ്ഞേ പറ്റൂ. പക്ഷെ ഈ കണ്ണുനീർ പ്രതികാരത്തിൻ്റെതാണ്. ഒരു മിനിറ്റ്, എന്റെ കണ്ണ് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആരെങ്കിലും ഒന്ന് എന്നെ സഹായിക്കേ. എന്റെ കണ്ണിന് ഇതെന്ത് പറ്റി? എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നെ ആരെങ്കിലും വന്നൊന്ന് സഹായിക്കേ. ഞാൻ എന്തിനത് ഓർത്തു? ആവശ്യം കഴിഞ്ഞ രംഗസാമഗ്രി പോലെ അവരെന്നെ വലിച്ചെറിഞ്ഞു. എനിക്ക് കണ്ണുണ്ടായിരുന്നപ്പോ 1000 കണ്ണുകൾ എന്റെ മേൽ പതിച്ചിരുന്നു. അസൂയയുടെയും ആരാധനയുടെയും. പക്ഷേ അന്നെന്റെ കാഴ്ചശക്തി നശിച്ച് അവസാന തിരശ്ശീല വീണ് ഞാൻ പൊയ്മുഖം അഴിച്ചപ്പോ ആരുണ്ടായിരുന്നില്ല. ചെറിയ വേദനകളിൽ
ഏറ്റവും വലിയ നഷ്ടത്തിന്റെ എതിർപ്പിന്റെ മുന്നിൽ അചഞ്ചലനായി നിന്ന ആ കുരുക്ഷേത്ര കഥാപാത്രം ദുര്യോധനൻ. അതിവിടെ എവിടെയോ ആയിരുന്നല്ലോ വെച്ചിരുന്നേ. ഇതിന്റെ കിലുക്കം എന്തൊരു രസമായിരുന്നു. അന്നല്ലേ എന്റെ അമ്മ മരിച്ച വാർത്ത എനിക്കൊരു കമ്പിയായി വന്നത്. പക്ഷെ ഞാനെങ്ങനെ പോകും? അന്നായിരുന്നു ഞാൻ ദുര്യോധനൻ ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ അരങ്ങിലേക്ക് കയറുമ്പോ എന്റെ കാഴ്ച ശക്തി ചെറുതായി കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സുരതന്റെ വെട്ട് എന്റെ ഈ നെറ്റിയിലാ കൊണ്ടത്. ഒരുപാട് ചോര പോയി. പക്ഷേ ഞാനതൊന്നും വകവെച്ചില്ല. ഞാൻ തകർത്തഭിനയിക്കുകയായിരുന്നു ദുര്യോധനനായി. കർണ, സൂതപുത്ര, നീയും സഹോദര, നിന്റെ ദാനശീലം മുതലെടുത്ത് ബ്രാഹ്മണ വേഷം പൂണ്ടുവന്ന് നിന്റെ കവചകുണ്ടലങ്ങൾ കൈക്കലാക്കിയ ദേവേന്ദ്രനും കേട്ട് കേൾവി പോലും ഇല്ലാത്ത കുടിലതന്ത്രങ്ങൾ പയറ്റി നിന്റെ തലയറുത്ത മകൻ അർജുനനും ഒരുപോലെ നിന്നെ ചതിച്ചു. തലമുറകളുടെ കൊടും ചതി. ഞാൻ ദുര്യോധനൻ, രാജാ ദുര്യോധനൻ. ഇല്ല, ഞാൻ തളർന്നിട്ടില്ല. എന്റെ ആത്മാവ് അമർഷം കൊണ്ട് പുളയുന്നു. എന്റെ കൈകൾ പ്രതികാരത്തിന് വേണ്ടി തുടിക്കുന്നു. ഇതുവരെ, ഈ നിമിഷം വരെ രാജ്യത്തിനും മഹിമയ്ക്കും വേണ്ടിയായിരിക്കാം. എന്നാൽ ഇപ്പോൾ, അതെ ഇപ്പോൾ, അതിനൊന്നും വേണ്ടിയല്ല. ആരിശം വന്ന പാമ്പിനെ പോലെ എന്റെ മനസ്സാടുന്നു. കൊത്തി കൊത്തി ആഞ്ഞു കൊത്തി. ഇങ്ങനെ നശിക്കുന്നുവെങ്കിൽ തന്നെ എന്ത് പുണ്യം. എല്ലാം ഇന്നു തീർന്നു. പക്ഷേ ദുര്യോധനൻ യുദ്ധം ചെയ്ത് മരിക്കും. ഇഞ്ചിഞ്ചായി നശിക്കുമ്പോഴും വീരോചിതമായി അലാറി മരിക്കും. ആകാശത്തിരിക്കുന്ന ദേവന്മാർ കാണട്ടെ മനുഷ്യൻ മരിക്കുന്നത് ഇങ്ങനെയെന്ന്. വീണ്ടും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ കണ്ണിനെന്തു പറ്റി? അമ്മേ, നിന്റെ ശാപമാണോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ദൈവമേ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല.
എന്റെ സാമ്രാജ്യം, എന്റെ സാമ്രാജ്യം. 40 വർഷം ഉരുളങ്കല്ല് പോലെ ഞാൻ ജീവിച്ചു. ഞാൻ എന്ത് നേടി? ജീവിതാനുഭവം, പഴഞ്ചാക്ക് പോലത്തെ ഈ ശരീരം അന്ധനായി കാഴ്ച ശക്തി നശിച്ച് അന്യന്റെ തേക്കും പരിഹാസത്തിനും പാത്രമായി. എന്റെ പ്രപഞ്ചം കടലാസ് കോട്ട. അരക്കില്ലം. ഇതിനെ തീ കൊളുത്തണം, എന്നിട്ടത് കത്തി അമരുന്നത് കണ്ട് അട്ടഹസിക്കണം. തൊണ്ട കീറും വരെ.